ആണവ ചർച്ചയിൽ നിന്ന് ഇറാൻ പിന്മാറുകയാണ്. വിദേശ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് ഇറാനിൽ നിന്നാണ് ഔദ്യോഗികമായിരിക്കുന്ന ഒരു പ്രസ്താവന പുറത്തു വന്നത്. അവർ പറയുന്നു, 3 ഘട്ടം ചർച്ചകൾ നടന്നു. 4ാം ഘട്ട ചർച്ച ഫ്രാൻസിൽ വെച്ച് നടത്താൻ ഏറെക്കുറെ തീരുമാനമായിട്ടുണ്ട്. എന്നാൽ സ്ഥലം ഒരുപക്ഷെ മാറാനുള്ള സാധ്യതകളെയും പറയുന്നു. എന്നാൽ തൽക്കാലത്തേക്ക് ഞങ്ങൾ ആ ചർച്ചയിൽ നിന്ന് പിന്മാറുകയാണ്. ഇതിന് പ്രത്യേകപരമായിരിക്കുന്ന ഒരു ലക്ഷ്യങ്ങളൊന്നുമില്ല. ഇറാനെ ഒതുക്കുക എന്ന അടിസ്ഥാനത്തിലാണ് ഈ ഘട്ടങ്ങൾ ഈ 3 സ്ഥലങ്ങളിലും ചർച്ച നടത്തിയത്. ഏറ്റവും ഒടുവിൽ അവർ സംസാരിച്ച് ഏകദേശം രൂപം എത്തുന്നതിൻ്റെ ഏറ്റവും ഒടുവിലെ ഭാഗങ്ങളിൽ അമേരിക്ക അവരുടേതായിരിക്കുന്ന ചില നിലപാടുകൾ കർക്കശമായി പറയുന്നു. ഇത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ്. പറയുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇതാണ്. ഇറാൻ പറഞ്ഞത് ആണവ ചർച്ചയിൽ ഞങ്ങൾ പിന്മാറുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ സാമ്പത്തിക ഉപരോധം ഇറാനിലുണ്ട്. നിങ്ങൾ ആദ്യം അത് പിൻവലിക്കുക. ഞങ്ങളുമായിട്ട് സഹകരിക്കണമെങ്കിൽ, ഞങ്ങൾ നിങ്ങളോട് സഹകരിക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് അതാണ്. ഒമാൻ്റെ നേതൃത്വത്തിലാണ് ആദ്യഘട്ടത്തിൽ ഒമാനിൽ വെച്ച് ചർച്ച നടത്തിയത്. പിന്നീട് അത് ഇറ്റലിയിൽ വെച്ച് നടത്തി 2ാം ഘട്ടം. 3ാം ഘട്ടം വീണ്ടും ഒമാനിൽ വെച്ച് നടത്തി. 4ാം ഘട്ടം ഫ്രാൻസിൽ വെച്ച് നടത്താൻ വേണ്ടിയിട്ട് തീരുമാനമായി. 3 ഘട്ട ചർച്ച നടത്തിയതിലും ഇറാൻ്റേതായിരിക്കുന്ന കൃത്യമായിരിക്കുന്ന നിലപാടുകൾ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക പറയുന്നത് ഏറെക്കുറെ അംഗീകരിക്കാൻ വേണ്ടി പറ്റുമെങ്കിലും അത് അവർ കാര്യത്തോട് അടുക്കുന്ന സമയത്ത് അത് കർക്കശമായിരിക്കുന്ന ഒരു തീരുമാനമാക്കി മാറ്റാറുള്ളത് സാധാരണയാണ്. അതുകൊണ്ടാണ് അമേരിക്കയുമായി നേരിട്ട് തങ്ങൾ ചർച്ചയ്ക്ക് ഇല്ല എന്നുള്ള കാര്യം പറയാൻ തന്നെ കാരണം. പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും നിർത്തിവെക്കണം എന്ന കർക്കശമായിരിക്കുന്ന ഒരു നിലപാടാണ് അമേരിക്ക ഇറാന് മുമ്പോട്ട് വെച്ചത്. യമൻ്റെ മധ്യസ്ഥതയിലാണ് ഈ ചർച്ചാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ നടന്നത്. ആ സമയത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇതാണ്. സമാധാനമായിരിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ആണവായുധം ഉപയോഗിക്കാൻ വേണ്ടി അനുമതി നൽകിയിട്ടുണ്ട് മുൻപ് റഷ്യയും ചൈനയും. അത് അവർ ആവർത്തിച്ചു. അങ്ങനെ ഒരു അനുമതി നൽകപ്പെടണം എന്നുള്ളതും സമാധാനപരമായിരിക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ടാണ് തങ്ങൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് നിരീക്ഷിക്കാൻ വേണ്ടി വേണമെങ്കിൽ UN സഭയുടെ പ്രതിനിധികളൊക്കെ അയക്കുന്നത് കൊണ്ട് വിരോധമില്ല. ഞങ്ങൾ അവരെ സ്വാഗതം ചെയ്യുന്നു. അവരുടെ മുൻപിൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കും. ഞങ്ങൾക്ക് അതുകൊണ്ട് രഹസ്യ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് ഇറാൻ പറഞ്ഞത്. അതിന് അമേരിക്ക പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ, ആണവായുധം സൂക്ഷിക്കപ്പെട്ട രഹസ്യ മേഖല ഏതാണ് എന്നുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞു തരണം, അല്ലെങ്കിൽ ആ കാര്യത്തെക്കുറിച്ചുള്ള ഒരു സൂചന വരുന്ന ഉദ്യോഗസ്ഥർക്ക്, പരിശോധിക്കാൻ വരുന്ന ഉദ്യോഗസ്ഥർക്ക് പറഞ്ഞു കൊടുക്കണം എന്നുള്ളതാണ്. രഹസ്യമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നുള്ളതും ആയതിനാൽ തന്നെ അതൊന്നും പറഞ്ഞു തരാൻ വേണ്ടി സാധിക്കുകയില്ല. അന്വേഷിച്ച് കണ്ടെത്താനുള്ള എല്ലാവിധ പോംവഴികളും സംവിധാനങ്ങളും ഒക്കെ യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കൈവശത്തിലുണ്ടല്ലോ, നിങ്ങൾ അന്വേഷിക്കൂ, കണ്ടെത്തൂ എന്ന രീതിയിലാണ് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഒരു സമാധാന വിഷയവുമായിട്ട് ബന്ധപ്പെട്ടത് ഏതെങ്കിലും രൂപത്തിൽ 3ാം ഘട്ടത്തോടു കൂടി തീരുമാനമാകുമെന്ന് ഏറെക്കുറെ ഒമാൻ പറഞ്ഞിരുന്നു. ഒമാനിൽ വെച്ച് നടത്തിയിരിക്കുന്ന ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട് 100 കണക്കിന് എന്ന് പറയുന്ന രീതിയിലാണ് അന്താരാഷ്ട്ര മീഡിയകളൊക്കെ ഈ ചർച്ച നടത്തിയിരിക്കുന്ന മേഖലകളിലേക്ക് റിപ്പോർട്ടിന് വേണ്ടി എത്തിയിരുന്നത്. ആരും മുഖം കൊടുത്തുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള മറുപടികളൊന്നും പറഞ്ഞിട്ടില്ല. അബ്ബാസ് അറാഗ്ചിയാണ് ഏറെക്കുറെ കുറച്ചെങ്കിലും പറഞ്ഞത്. ചർച്ചകളൊക്കെ പുരോഗമനപരമായിരിക്കുന്ന രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. തീരുമാനം പറയേണ്ടത് അതല്ലെങ്കിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അവസാനമായിരിക്കുന്ന ഒരു നിലപാടുകളൊക്കെ പറയേണ്ടത് ഒമാൻ്റെ വിദേശകാര്യമന്ത്രിയാണ്. കാര്യം അവരുടെ നേതൃത്വത്തിലാണ് ചർച്ച നടത്തിയത് എന്നതിനാൽ ഈ അമേരിക്കയുടെ പ്രതിനിധിയും വേണ്ട രീതിയിലുള്ള മറുപടി ഒന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ 4ാം ഘട്ട ചർച്ചയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നാണ് ഇറാൻ മാറിയിരിക്കുന്നത്. അത് 2 വിഷയങ്ങൾ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. ഒന്ന്, ഇറാനിൽ നടത്തിയിരിക്കുന്ന സ്ഫോടനം. ഈ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രാജ്യങ്ങൾക്ക് എന്തെങ്കിലും പങ്കാളിത്തമുണ്ടോ എന്നുള്ള പ്രാഥമിക അന്വേഷണങ്ങളുടെ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിലെവിടെയും ഏതെങ്കിലും രാജ്യങ്ങൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു രീതിയിലുള്ള കാര്യങ്ങളും നടന്നിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാൽ ഈ റഷ്യയുടെ നേതൃത്വത്തിലും റഷ്യയും ഇറാൻ്റെയും സംയുക്തമായ നേതൃത്വത്തിൽ മറ്റൊരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. അത് ഏകദേശം മധ്യഘട്ടത്തിൽ എത്തിയിരിക്കുന്നു എന്ന റിപ്പോർട്ടും ഇതിനോടനുബന്ധിച്ച് തന്നെ പുറത്തു വന്നതാണ്. ഏറെക്കുറെ മധ്യഘട്ടത്തിൽ എത്തിയിട്ടുണ്ടെങ്കിലും അവർക്ക് ഏതെങ്കിലും രാജ്യങ്ങളുടെ പങ്കാളിത്തം തെളിയിക്കാനുള്ള തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്നാലും ഇറാൻ ഇപ്പോൾ കരുതുന്നു ആ മേഖല വളരെ പെട്ടെന്ന് തന്നെ തീപിടിക്കാനും വലിയ ദുരന്തങ്ങളും വലിയ സ്ഫോടനങ്ങളും ഉണ്ടാവാനും 1 കിലോമീറ്റർ ചുറ്റളവിലുള്ള ആളുകൾക്ക് പോലും ഇതിൻ്റെ ഭയപ്പാടോ അല്ലെ ഇളക്കങ്ങളോ ഉണ്ടാകുന്ന തരത്തിൽ ശക്തമായിരിക്കുന്ന സ്ഫോടനം നടത്തിയതിന് പിന്നിൽ ആരെങ്കിലും ഉണ്ട് എന്ന് ഇറാൻ ഇപ്പോഴും സംശയിക്കുന്നു. അത് ഔദ്യോഗികപരമായിരിക്കുന്ന സർക്കാരിൻ്റെ വെബ്സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാലും ചില പരാമർശങ്ങൾ അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്.
ഏറെക്കുറെ ആദ്യം തീപിടുത്തമുണ്ടായ മേഖല തീ അണക്കാൻ വേണ്ടിയിട്ട് ഇറാന്റെ ഫയർഫോഴ്സിന് സാധിച്ചു. അവർ തീ അണക്കുകയും ചെയ്തു. എന്നാൽ ബിൽഡിങ്ങിന്റെ അകത്തുകൂടി തീ പടർന്നുകൊണ്ട് ഈ ആണവായുധത്തിന്റെ ഈ വേസ്റ്റ് സാധനങ്ങളിലൊക്കെ സൂക്ഷിക്കപ്പെട്ട മേഖലക്ക് തീ പടർന്നതോടുകൂടിയാണ് സ്ഫോടനത്തോടു കൂടി ഇത് പൊട്ടിത്തെറിക്കുന്നത്. മരണകാര്യങ്ങളൊക്കെ ഈ മേഖലയായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അങ്ങനെ സംഭവം നടന്നതോടുകൂടി പിന്നീട് റഷ്യ വലിയ രീതിയിൽ സഹായങ്ങൾ നൽകി. റഷ്യയുടെ യുദ്ധവിമാനങ്ങളെല്ലാം ഇറാനിൽ ഇറങ്ങി. ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചതാണ്. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് പിന്നീട് ഇസ്രായേലിൽ തീപിടുത്തമുണ്ടായത്. ഇസ്രായേൽ തീപിടുത്തമുണ്ടായ സമയത്ത് ഇറാനിലുള്ള സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് ചില മീഡിയകളൊക്കെ അതിനെ താരതമ്യം ചെയ്തു. 2 ദിവസം മുമ്പാണ് അവിടെ സംഭവം നടന്നത്. 2 ദിവസം കഴിഞ്ഞ സമയത്ത് അത് ഇറാനിലേക്ക് എത്തി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇറാനിൽ സ്ഫോടനം നടത്തിയതോ അല്ലെങ്കിൽ വിഷയമുണ്ടാക്കിയതിലോ ഇസ്രായേൽ പങ്കാളിത്തമുണ്ടെങ്കിൽ ഇസ്രായേൽ ഈ സംഭവങ്ങളൊക്കെ നടത്തിയതിൽ ഒരുപക്ഷെ ഇറാനും പങ്കാളിത്തമുണ്ടാവാനുള്ള സാധ്യതകൾ അതും വിലയിരുത്തുന്നു. അപ്പോൾ ഇവർ തമ്മിൽ യഥാർത്ഥത്തിൽ മാനസികപരമായിരിക്കുന്ന അല്ലെങ്കിൽ ആന്തരികമായിരിക്കുന്ന യുദ്ധങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്ന തരത്തിലാണ്. അടിക്ക് തിരിച്ചടി എന്ന പോലെ തന്നെ ഇറാന് നേരെ വന്നിരിക്കുന്ന ഏത് മിസൈലിനെയും അല്ലെങ്കിൽ ഏതൊരു രീതിയിലുള്ള ആക്രമണത്തെയും പ്രതിരോധിക്കാൻ മാത്രം ബലവും ശക്തിയും ആയുധവും സൈനികരുമുള്ള രാജ്യമാണ് തങ്ങളുടേത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസെസ്കിയാൻ ഒരു വാർത്താ ചാനൽ നൽകിയ അഭിമുഖവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയത്. കീഴ്പ്പെടുത്താനോ അങ്ങനെ കീഴടങ്ങാനോ സാധിക്കുന്ന ഒരു രാജ്യമായിട്ട് ഇറാനെ ലോകം വിലയിരുത്തുന്നില്ല. അത് ഇസ്രായേലിനും അറിയാവുന്നതാണ്. എന്നാലും അവരൊന്ന് കളിച്ചു നോക്കുകയാണ്. ആ കളിക്ക് വലിയ ശിക്ഷയായിരിക്കും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ്. 6 രാജ്യങ്ങളുമായിട്ട് യുദ്ധം ചെയ്ത് വിജയിച്ച രാജ്യം എന്നൊക്കെ അഭിമാനത്തോടു കൂടി പറയുന്ന ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ ഇല്ലാതാക്കാൻ ഞങ്ങൾ തന്നെ ധാരാളം മതി. ഞങ്ങൾക്ക് നേരെ വരുന്ന സമയത്ത് തിരിച്ചടി ശക്തമായിരിക്കും എന്നുള്ളിടത്തേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇപ്പോൾ നോക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ചൊക്കെ ഒരുപാട് വിലയിരുത്തൽ പറയുന്നു. സിറിയയിലെ ഇറാന്റെ എംബസി ഇസ്രായേൽ ബോംബിട്ട് തകർത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് നേരിട്ട് കൊണ്ടുള്ള ഒരു യുദ്ധം അല്ലെങ്കിൽ യുദ്ധപ്രഖ്യാപനം ഇറാൻ നടത്തുന്നത്. 300ഓളം മിസൈലുകളാണ് അന്ന് തുരുതര ഇസ്രായേൽ വന്ന് വീണത്. കുറേയൊക്കെ പ്രതിരോധിക്കാൻ വേണ്ടി ജോർദാന്റെ അതിർത്തിയിൽ സാധിച്ചിട്ടുണ്ടെങ്കിൽ പോലും ലക്ഷ്യം കാണിക്കാൻ വേണ്ടിയിട്ടും തങ്ങൾ ആ പ്രവർത്തനം ചെയ്യുമെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇറാന് സാധിച്ചു. രണ്ടാമത് നടത്തിയിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അതിൽ പ്രധാനപ്പെട്ടത് ഹമാസിന്റെ നേതാവ് ഇറാനിലെ തെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ്. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകം എന്ന് പറയുന്നത് തങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുകൊണ്ട് ശത്രു രാജ്യം ആക്രമിച്ചു എന്ന് പറയുമ്പോൾ യുദ്ധപ്രഖ്യാപനം തന്നെയാണ്. തീർച്ചയായിട്ടും തങ്ങൾ അതിന് തിരിച്ചടി അന്ന് തന്നെ ഇറാൻ പറഞ്ഞതാണ്. ഇറാൻ തിരിച്ചടിച്ചു. 181ഓളം മിസൈലുകൾ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരുടെ തന്ത്രപ്രദേശ ഭാഗങ്ങളിൽ വീഴുകയും വലിയ നാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. 90% തങ്ങൾ വിട്ട മിസൈലും ലക്ഷ്യം കണ്ടു എന്ന് ഇറാൻ പിന്നീട് അവകാശപ്പെട്ടു. അപ്പോൾ ഒരടിക്ക് തിരിച്ചടി എന്നോണം ആയിട്ടുണ്ട്. ഈ സിറിയയുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത് വിഷയമുണ്ടായി. ഇറാൻ എംബസി ആക്രമിച്ചു, ഇറാൻ തിരിച്ചടിച്ചു. രണ്ടാമത് ഈ ഹമാസിന്റെ നേതാവിനെ ഇറാനിൽ വെച്ച് കൊലപ്പെടുത്തി, ഇറാൻ തിരിച്ചടിച്ചു. മൂന്നാമത് അവിടെ ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട സ്ഫോടനം നടന്നു. അങ്ങനെയാണെങ്കിൽ വിലയിരുത്തുന്ന സമയത്ത് അതിനെക്കുറിച്ച് പറയുന്ന പരാമർശം ഇങ്ങനെയാണ്: അങ്ങനെയാണെങ്കിൽ ഇറാൻ ആണല്ലോ ഇത് ചെയ്തത്, അവരുടെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് എന്തെങ്കിലും ബന്ധങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്ന് ഒരുപക്ഷെ രഹസ്യമായ രീതിയിൽ ഇറാൻ മനസ്സിലാക്കിയിട്ടുണ്ടാവാം. അതിൻ്റെ തിരിച്ചടി എന്നോണമാണ് 5000 ഏക്കർ ഭൂമിയെങ്കിലും ഏക്കർ കാടെങ്കിലും കത്തിക്കരിഞ്ഞു എന്നുള്ളത് മാത്രമല്ല, തീയണക്കാൻ സാധിച്ചിട്ടില്ല എന്നതുമല്ല, ലോകത്തിൻ്റെ മുൻപിൽ തങ്ങളുടെ രാജ്യത്തിന് ഇത്രയും വലിയ ദുരന്തമുണ്ടായാൽ അത് പ്രതിരോധിക്കാൻ തങ്ങൾക്ക് സാധിക്കുകയില്ല എന്ന് യഥാർത്ഥത്തിൽ ഇറാൻ ലോകത്തിന് പറഞ്ഞു കൊടുക്കുകയാണ് ഈ ഇസ്രായേൽ ലോകത്തിന് പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് ഈ സംഭവങ്ങളുടെ കാര്യങ്ങളൊക്കെ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ ചർച്ചയിൽ വിലയിരുത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത്. മുൻപ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസെഷ്കിയാൻ എന്താണോ പറഞ്ഞത് അതിൻ്റെ യാഥാർത്ഥ്യത ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇസ്രായേൽ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന്.